നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഒളകര ആദിവാസികൾക്ക് താമസത്തിനും കൃഷിക്കും 1.5 ഏക്കർ വീതം ഭൂമി വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മദ്യപിച്ച് ലൈസൻസ് ഇല്ലാതെ ലോറി ഓടിച്ച് നാട്ടികയിൽ വഴിയോരത്തുറങ്ങിക്കിടന്ന 5 പേർ ലോറി കയറി മരിച്ചു. നടത്തറ പഞ്ചായത്ത് കേരളോത്സവം പൂച്ചട്ടി ഗ്രൗണ്ടിൽ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി മാനേജ്മെന്റും ഡോക്ടർമാരും ജീവനക്കാരും ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. വാർത്തകൾ വിശദമായി. ഒളകര ആദിവാസി ഉന്നതിയിലുള്ളവർക്ക് 1.5 ഏക്കർ ഭൂമി വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ വിധിക്ക് വിധേയമായി ഒളകര ആദിവാസി ഉന്നതിയിലുള്ളവർക്ക് 1.5 ഏക്കർ ഭൂമി വീതം വിതരണം ചെയ്യാൻ SLMC തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി. ഒളകരയിൽ പഞ്ചായത്ത് അധികൃതർക്കും റവന്യൂ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കുമൊപ്പം ഉന്നതി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒളകര നിവാസികളുടെ മുൻ തലമുറക്കാർ ഏകദേശം 100 വർഷം മുൻപ് വനത്തിനുള്ളിലെ മുപ്പഴക്കൂടി, പൈങ്ങോട്ടുകണ്ടം എന്നിവിടങ്ങളിൽ താമസിച്ചിരുന്നു. കിർത്താഡ്സിന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് പീച്ചി ഡാം നിർമ്മിച്ച ശേഷം 1957 വെള്ളം കയറിയതോടെ കുഴികുത്തി എന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറി. പിന്നീട് ഒളകരയിലെത്തി ഏതാണ്ട് 50 വർഷത്തോളമായി താമസിച്ചു വരുന്നു. ആദ്യകാലത്ത് 300 ഏക്കറോളം ഭൂമിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. വനം വകുപ്പ് ഏർപ്പെടുത്തിയ വിവിധ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ വാസഭൂമി 2.5 ഏക്കറിലേക്ക് ചുരുങ്ങി. ഭൂമിക്ക് വേണ്ടി ഒളകര നിവാസികളുടെ അവകാശ പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കം. 2016 മുതൽ നിരന്തര ഇടപെടലുകൾ. ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിലേറി നടപടികൾ വേഗത്തിലാക്കി. ജില്ലാ ഭരണകൂടവും റവന്യൂ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ ഭൂമി അളന്ന് രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി. ഊരുകൂട്ടവും SDLCയും DLCയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അംഗീകരിച്ചു. ആദിവാസികൾക്ക് ഭൂമിയുടെ അവകാശം നൽകുന്നതിനെതിരെ വൺ എർത്ത് വൺ ലൈൻ എന്ന സംഘടന നൽകിയ കേസിന്റെ വിധിക്ക് വിധേയമായി പട്ടയം നൽകുന്നതിനാണ് തീരുമാനം. SLMC യോഗത്തിന്റെ നടപടിക്രമങ്ങളടങ്ങിയ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഒളകര നിവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് മന്ത്രിയും സംഘവും ഒളകരയിലെത്തിയത്. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ ഉന്നതികളിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പ്രാഥമിക നടപടികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇന്നലെ പൂർത്തിയാക്കി. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് അംഗം സുബൈദ അബൂബക്കർ, തൃശൂർ തഹസിൽദാർ TV ജയശ്രീ, ഭൂരേഖ തഹസിൽദാർ നിഷ M ദാസ്, വൈൽഡ് ലൈഫ് വാർഡൻ അനിൽ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബേസിൽ എന്നിവരും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത, ഊരുമൂപ്പത്തി മാധവി, മുൻ പഞ്ചായത്ത് അംഗം അബൂബക്കർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മദ്യപിച്ച് ലൈസൻസ് ഇല്ലാതെ ലോറി ഓടിച്ച് വഴിയോരത്ത് ഒപ്പം ഉറങ്ങിക്കിടന്ന 5 പേർ ലോറി കയറി മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ രക്ഷപ്പെട്ട ദേവി. നാട്ടിക അപകടത്തിൽ തന്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട നടുക്കം മാറാതെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് വിലപിക്കുന്നു. പരസ്പര ബന്ധങ്ങളുള്ള 5 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം പേർ നാട്ടിക ദേശീയപാത വഴിയോരത്ത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നു. പാലക്കാട് ജില്ലയിൽ മീങ്കര ഡാമിന് സമീപം ചമ്മനംകോട് കോളനി നിവാസികളാണ് പകലന്തിയോളം പണിയെടുത്ത് രാത്രി തളർന്നുറങ്ങിയത്. നാടോടികളായി ജീവിക്കുന്നവരുടെ പ്രധാന തൊഴിൽ കക്കൂസ് കുഴികൾ വൃത്തിയാക്കലാണ്. എല്ലാവരും ഗാഠനിദ്രയിൽ അകപ്പെട്ട പുലർച്ചെ 4-നാണ് ലോറി ഇവർ കിടന്നുറങ്ങിയിരുന്ന ടെന്റിന് മുകളിലേക്ക് പാഞ്ഞു കയറിയത്. ശരീരങ്ങൾക്ക് മുകളിലൂടെ മുന്നോട്ട് കയറിയ ലോറി വീണ്ടും പിന്നോട്ടെടുത്തു. ഇത് അപകടത്തിന്റെ ആക്കം കൂട്ടി. കാളിയപ്പൻ, ഭാര്യ നാഗമ്മ, മരുമകൾ ബംഗാരി എന്ന് വിളിക്കുന്ന രാജേഷിയുടെ ഒരു വയസ്സുള്ള മകൾ വിശ്വ, ബന്ധുവായ 4 വയസ്സുള്ള ആൺകുട്ടി ജീവ എന്നിവയിൽ കാണാൻ തത്സമയം ജീവൻ നഷ്ടമായി. ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു. കൂട്ടത്തിലുള്ളവർക്ക് അപകടം പറ്റിയത് ആദ്യം അറിഞ്ഞില്ല. പിന്നീട് ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് ഉറ്റവർ ചതഞ്ഞറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. ബന്ധുക്കളായ ദേവേന്ദ്രൻ, ജാൻസി, വിജയ്, ചിത്ര, ശ്രീവന്യ എന്നിവരും ഗുരുതരമായി പരിക്കേറ്റ് അത്യഹിത വിഭാഗങ്ങളിലാണ്. തങ്ങൾ എന്ത് പിഴച്ചുവെന്നും തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട നാടോടികൾ ചോദിക്കുന്നു.
സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നതാണ് നാടോടി സംഘം. ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഇപ്പോൾ ഒറ്റപ്പെടലാണ്. ഒരു 4 വയസ്സ് ഒരു വയസ്സ് 2 മാസമായിട്ടും ഒരു 4 മണിക്ക് ഉണ്ടാകും. പകലൊരു 4 മണിക്ക് 2 ട്രിപ്പാ വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. ഇവന് അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്, ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കൂ. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേത്തിന് നല്ല പിറ്റാണ്. പിറ്റെടുത്ത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേർക്ക് പിടിച്ചിട്ട് വന്ന് രണ്ടാമത് വണ്ടി റിസേർട്ട് എടുത്ത മൊത്തം ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ ഒരേ സൈഡാണ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം ഇടിച്ചിട്ടാ വരപ്പോൾ അറിഞ്ഞില്ല. അപ്പോൾ ടോർച്ച് അടിച്ചാൽ ഞങ്ങൾ നോക്കിയത്. ആൾക്കാരെ ടോർച്ച് അടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞ് നോക്കപ്പോഴാ അറിഞ്ഞോളൂ നടന്ന സംഭവം. ഇങ്ങനെ പിസ ഇങ്ങനെ ചക്രത്തിൻ്റെ അടിയിൽ കോരി എടുത്താ വന്നിട്ടത്. ഇവിടെ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ സാറേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 എണ്ണം പോയി. 5 എണ്ണം ഇപ്പം ചാകാൻ ഐശ്വലി അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഒരു പെൺകുട്ടീന് കാലിൽ പോയി, തല പോയി, എല്ലാം പോയി. നാട്ടിക ലോറി അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് 23-കാരൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിയോടെ അപകടത്തിൽപ്പെട്ട ബന്ധുക്കളെ കാണാനെത്തിയ അച്ചു എന്ന യുവാവാണ് ഞെട്ടിക്കുന്ന അപകട വിവരം വിവരിച്ചത്. അതിരാവിലെ വലിയ ശബ്ദം കേട്ട് ഉണർന്നു. തങ്ങൾക്കു നേരെ അതിവേഗം പാഞ്ഞെടുക്കുന്ന ലോറി. കൂടെ ഉണ്ടായിരുന്ന 7 മാസം ഗർഭിണിയായ ഭാര്യയും 23-കാരിയായ രേവതിയെയും പിടിച്ച് ഒരു വശത്തേക്ക് ഓടി മാറുകയായിരുന്നു. പുലർച്ചെയാണ് പാതയോരത്ത് 20ഓളം പേർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി ഇരച്ചെത്തി 5 പേർ മരണമടഞ്ഞത്. നിരവധി പേർ ചികിത്സയിലാണ്. ഞാൻ താമസിച്ചിരുന്നത് നാട്ടികയായിരുന്നു, തൃപ്പയാർ നാട്ടിക. ഈ സംഭവം നടന്ന ഒരു 3-3:30 ആയിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഞങ്ങൾ മേത്തായിട്ട് ഒരു വണ്ടി കയറി വന്നു, വലിയ വണ്ടി, ലോറി. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചാടി ഇപ്പോൾ രക്ഷപ്പെട്ട ശേഷം 2ാമത് വണ്ടി കൊണ്ട് അയാൾ മുന്നോട്ട് പോയി. അപ്പോൾ ഞാനും എൻ്റെ ഏട്ടനാനും പോയി ആ വണ്ടിയെ പിടിച്ചിട്ട് നാട്ടാൾക്കാർ അവിടെ നിന്ന് ഒരു 5-6 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെടുത്ത് പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി അയാളെ പിടിച്ച് അയാൾ വന്ന് നേരെ പോലീസ് ആൾ അയച്ചിട്ട് നമ്മൾ 2 ട്രേഡ് യൂണിയൻ, കർഷക, തൊഴിലാളി സംയുക്ത സമിതികളുടെ നേതൃത്വത്തിൽ ദേശീയ സമരത്തിന്റെ ഭാഗമായി തൃശൂർ AG ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക, 4 ലേബർ കോഡുകളും 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുക, കോർപ്പറേറ്റ് വൽക്കരണം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രക്ഷോഭം. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് ജോൺസൺ ആവോക്കാരൻ അധ്യക്ഷനായി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ സ്വാഗതം പറഞ്ഞു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥൻ, AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു, KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, BKMU ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, മുൻ MLA ഗീതാ ഗോപി, ആന്റണി കുറ്റുകാരൻ, MK തങ്കപ്പൻ, CR ഉണ്ണികൃഷ്ണൻ, MA വാസുദേവൻ, ഫ്രാൻസിസ് പിൻഹീറോ, E നന്ദകുമാർ, KK പ്രസന്നകുമാരി, KV ഹരിദാസ്, RV ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ CMS ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികളും കർഷകരും പങ്കെടുത്തു. AITUC, CITU, INTUC തുടങ്ങിയ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും അണിനിരന്നു. നടത്തറ പഞ്ചായത്ത് കേരളോത്സവം 2024 പൂച്ചട്ടി ഗ്രൗണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, പഞ്ചായത്ത് അംഗങ്ങളായ ER പ്രദീപ്, MS അശോക് കുമാർ, ജിനിത സുഭാഷ് എന്നിവർ സംസാരിച്ചു. യുവജനക്ഷേമ ബോർഡ് ഒല്ലൂക്കര ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ അജീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പൂച്ചട്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തുന്നത്.
നമ്മുടെ യുവതലമുറയിലെ ആളുകൾക്ക് അവരുടെ കലാകായിക പ്രകടനങ്ങൾക്കുള്ള ഒരു വേദിയായും അതേപോലെ തന്നെ പരസ്പരമുള്ള സാഹോദര്യവും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ എല്ലാ ആളുകളെയും ഒരേ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ ഈ കേരളോത്സവം 2024 ആരംഭം കുറിക്കട്ടെ, മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ആശുപത്രി മാനേജ്മെന്റും ഡോക്ടർമാരും ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യമേഖലയെ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. ആശുപത്രി അനാസ്ഥയ്ക്കെതിരെ ജനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ DMO ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണെന്നും നിയമവിരുദ്ധമാണെന്നുള്ള അവസ്ഥ ശരിയല്ല. മറ്റേതൊരു തൊഴിൽ രംഗത്തെയോ സേവന മേഖലയോ പോലെ ഡോക്ടറെയും ആശുപത്രി മാനേജ്മെന്റിനെയും ജീവനക്കാരനെയും ചോദ്യം ചെയ്യാനുള്ള കാര്യക്ഷമമായ നിയമങ്ങൾ ഇവിടെയില്ല. ഈ സാഹചര്യത്തിൽ പൊതുതാൽപര്യ ഹർജികളുമായി ഹൈക്കോടതിയെ സമീപിച്ച് രോഗികൾക്ക് നീതി ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി ജനനീതി സംരക്ഷണ വേദി മുന്നോട്ടു പോകും. ജില്ലാ ചെയർമാൻ വിൽസൺ പണ്ടാരവളപ്പിൽ അധ്യക്ഷനായി. ഉപഭോക്തൃ ഏകോപന സമിതി ജില്ലാ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, ജനനീതി സംരക്ഷണ വേദി സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുചിത്ര, ഭാരത് ജനറൽ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് KC കാർത്തികേയൻ, JSV ജില്ലാ വൈസ് ചെയർമാൻ ശശി ആര്യാടൻ തുടങ്ങിയവർ സംസാരിച്ചു. അതൊരു പഴയ കഥയാണ്. കേരള വികസന മാതൃക എന്ന ആരോഗ്യ മാതൃക, അത് ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത്. ആ മാതൃക ഇന്ന് കഥയായിരിക്കുന്നു. കാരണം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിച്ചിരുന്നത് എന്നതൊരു പഴങ്കഥ. 2,12,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ ഒരു പ്രതി പിടിയിൽ. തൃശൂർ സ്വദേശിയെ ഫേസ്ബുക്ക് പേജിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ലാഭമുണ്ടാക്കാമെന്ന പരസ്യത്തിലൂടെ ആകർഷനാക്കി 2,12,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി തമിഴ്നാട് കാഞ്ചീപുരം ഹനുമന്തപുരം സ്വദേശിയായ വീരഭദ്രസ്വാമി നഗറിൽ G ശരവണകുമാർ എന്നയാളാണ് തൃശൂർ സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പിടികൂടിയത്. ട്രേഡിംഗിലൂടെ ലാഭം നേടാമെന്ന വാഗ്ദാനവുമായി തൃശൂർ സ്വദേശിയായ പരാതിക്കാരന് ഫേസ്ബുക്കിലൂടെ ലിങ്ക് അയച്ചു. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ട്രേഡിംഗ് ടിപ്സ് സഹിതം മികച്ച ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് വിവിധ ഘട്ടങ്ങളിലായി പണം വിവിധ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു. ട്രേഡിംഗിലെ ലാഭമോ അയച്ച പണമോ ലഭിക്കാതെയായപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലായി. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി പരാതി നൽകി. തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി. ഈ കേസ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ RIPSന്റെ നിർദ്ദേശപ്രകാരം തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിലേക്ക് അയച്ചു. പിന്നീട് ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഏറ്റെടുത്തു. വിശദമായ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പ്രതിയെ കണ്ടെത്തി. പ്രതിയുടെ അക്കൗണ്ടിന്റെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ 26ഓളം പരാതികളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ സുഷീറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജയപ്രദീർ, ഷർഷിദ് അലി, സുദീപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നടത്തറ പഞ്ചായത്തിന്റെയും നടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ വിരമുക്തി ദിനത്തോടനുബന്ധിച്ചുള്ള മരുന്ന് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 ഡോസ് ആൽബൻഡസോൾ ഗുളിക നൽകി. മൂർക്കനിക്കര സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാലിനി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ബിന്ദു സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ മോളി, ഗിരിജ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് വാഹിദ എന്നിവർ പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂരിന്റെ പുരോഗതിയിൽ ശക്തൻ തമ്പുരാൻ പ്രൗഢഗംഭീരമായ ദീർഘവീക്ഷണത്തോടെ സ്വരാജ് റൗണ്ട് നിർമ്മിച്ചു. ദീർഘവീക്ഷണത്തോടെ നിർമ്മിതികൾ രൂപകൽപ്പന ചെയ്യാത്ത കാരണം കൊണ്ടാണ് തൃശൂരിലെ ഇന്നത്തെ ഗതാഗത കുരുക്ക്. തെക്ക് കിഴക്കൻ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പാലക്കാട്, വലക്കാവ്, ചാലക്കുടി, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ബസ്സുകൾ സ്വരാജ് റൗണ്ട് പ്രദക്ഷിണം വെച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് പിന്നീട് അവിടെ നിന്ന് യാത്ര തുടരണം. തൃശൂർ ജില്ലാ കളക്ടർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുൻപാകെ ആന്റണി ഒല്ലൂക്കാരൻ സമർപ്പിച്ച നിർദ്ദേശങ്ങളിലാണിത് പറയുന്നത്. വടക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പ്രിയദർശിനി ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് യാത്ര തുടരണം. ഈ സംഗതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ കർശനമായി നിരോധിക്കുകയും അനാവശ്യമായും സ്ഥാപിത താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വൺ വേ ട്രാഫിക്കുകൾ റദ്ദാക്കുകയും ചെയ്യണം. ആകാശപാതയ്ക്ക് താഴെയും അടിപ്പാത ഉപയോഗിക്കാതെയും റോഡ് ഇടമുറിച്ചു കിടക്കുന്ന കാൽനട യാത്രക്കാർക്കെതിരെ ബോധവൽക്കരണം നടത്തി പിന്നീട് പിഴ ഈടാക്കണം. റോഡിലും MO റോഡിലും ഫുട്പാത്തിലും കച്ചവടം നടത്തുന്ന വഴിവാണിഭം കർശനമായും തടയണം. തൃശൂർ റൗണ്ടിൽ പരിപാടികൾ ഉണ്ടാകുമ്പോൾ 3 കിലോമീറ്റർ അകലെ വാഹനങ്ങൾ തടയുന്നത് ശരിയല്ല. 50-ൽ കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന പാസഞ്ചർ ബസ്സുകൾ ഒരിക്കലും തടയരുത്. ഓട്ടോറിക്ഷകൾ യാത്ര അവസാനിപ്പിക്കുന്ന പ്രദേശത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് യാത്രക്കാരെ എടുക്കണം. ഇങ്ങനെയുള്ള സംഗതികൾ നടപ്പിൽ വരുത്തിയാൽ ഗതാഗത കുരുക്ക് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണവും ഒഴിവാക്കാമെന്ന് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച ആന്റണി ഒല്ലൂക്കാരൻ പറഞ്ഞു. തൃശ്ശൂര് നഗരത്തിലെ ഗതാഗത കുരുക്കും ജനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന സാഹചര്യം എത്രയും സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ഇന്ന് കലക്ടറേറ്റിൽ ജനസദസ് എന്ന പേരിൽ ഒരു മീറ്റിംഗ് തൃശ്ശൂർ MLA നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അതിൽ പ്രധാനമായും ഞാൻ സമർപ്പിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, കുന്നംകുളത്ത് നിന്ന് വരുന്ന ബസ്സുകൾ നിലവിൽ 5 കിലോമീറ്റർ നഗരം ചുറ്റിയിട്ടാണ് സ്റ്റാൻഡിലെത്തുന്നത്. അത് ഒഴിവാക്കി കുന്നംകുളത്ത്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ റൗണ്ട് പ്രദക്ഷിണം ചെയ്ത് വടക്കേ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് പാട്ടരായിക്ക് കൂടി കുന്നംകുളത്തേക്കും കാഞ്ഞാണി ഭാഗത്തേക്കും പോകേണ്ടതാണ്. തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ റൗണ്ട് ചുറ്റി ശക്തൻ സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് യാത്ര തുടങ്ങും. അങ്ങനെ ചെയ്യുന്ന പക്ഷേ 5 കിലോമീറ്റർ ബസ്സുകളുടെ യാത്ര കുറയ്ക്കാനാകും. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ നഗരത്തിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുകയാണെങ്കിൽ 3 കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഭാഗത്ത് കിഴക്കേക്കോട്ടയിലും പറവട്ടാനിയിലും പാട്ടുരായിക്ക പടിഞ്ഞാറേക്കോട്ട മുണ്ടുപാലം ആ ഭാഗങ്ങളിൽ പോലീസ് വാഹന ഗതാഗതം മൊത്തം തടയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്.
തന്മൂലം ബസ്സിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ ബസ് യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നില്ല. അത് ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആകാശപാത അതുപോലെ സബ്വേ ഉപയോഗിക്കാതെ ജനങ്ങൾ റോഡ് ഇടമുറിയുന്നത് തടയണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇത് ശ്രീ അറുമുഖ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ മാടക്കത്ര ദേശവിളക്ക് ആഘോഷിച്ചു. രാവിലെ 4:30 ഗണപതി ഹോമം, 6 മുതൽ 7 വരെ വിശേഷാൽ നെയ്യഭിഷേകം, വൈകിട്ട് 6:15 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിക്കൽ നടന്നു. വൈകിട്ട് 8:30 അന്നദാനം, 10 മണിക്ക് ശാസ്താംപാട്ട്, പിറ്റേന്ന് രാവിലെ 4:30 പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ജോൺസൺ മാസ്റ്റർ സ്മൃതി ഗാനാലാപന മത്സരം ഡിസംബർ 14-15 തീയതികളിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ഫൗണ്ടേഷൻ തൃശൂർ അഖില കേരള അടിസ്ഥാനത്തിൽ ഗാനാലാപന മത്സരം 2024 നടത്തും. 2 റൗണ്ടുകളിലായി ആദ്യ 2 റൗണ്ടുകൾ 2024 ഡിസംബർ 14 കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച്,
ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്നു. 15നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ആദ്യ റൗണ്ടിലെ വിധികർത്താക്കൾ തിരഞ്ഞെടുക്കുന്ന 20 പേർക്ക് ഫൈനൽ റൗണ്ട് മത്സരം ഡിസംബർ 15-ന് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച്. വിജയികളാകുന്ന 1, 2, 3 സ്ഥാനക്കാർക്ക് 15,000, 10,000, 5,000 രൂപയുടെ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഡിസംബർ 21-ന് നൽകും. ഗാനസന്ധ്യയിൽ ഗാനങ്ങൾ ആലപിക്കാനുള്ള അവസരവും ഉണ്ടാകും. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്റെ നേതൃത്വത്തിൽ ജഡ്ജിംഗ് പാനൽ ഉണ്ടായിരിക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 934928209992. MP വിൻസെന്റ്, ഔസേപ്പച്ചൻ, ജയരാജ് വാര്യർ, IP പോൾ, ചാക്കോ തട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികം തികയുന്ന ഇന്ന് ഭരണഘടനാ ദിനം, സംവിധാൻ ദിവസ്, ദേശീയ നിയമ ദിവസം എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ആഘോഷിച്ചു. 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന നിലയിൽ ഭരണഘടനയുടെ ആമുഖം വായന ചലഞ്ചിൽ പങ്കാളിയായി യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി. ഭരണഘടനയുടെ ആമുഖം ഇവിടെ ഞാൻ പ്രതിപാദിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംഘടിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവരിലും സാഹോദര്യം വളർത്തുന്നതിനും ദൃഢനിശ്ചയമനുസരിച്ച് ഇന്ന് 1949 നവംബർ 26-ാം തീയതി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഭരണഘടനയെ ഇതിനായി അംഗീകരിക്കും. അരുവി റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ സ്ഥാപകൻ ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ സപ്തതി ആഘോഷവും സപ്തതി മന്ദിര ഉദ്ഘാടനവും കേരള ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മൂവാറ്റുപുഴ രൂപത മലങ്കര മെത്രാൻ യൂഹന്നാൻ മോർ തിയോഡോഷ്യസ് അധ്യക്ഷനാകും. ജോളി ജോയ് ആലുക്ക മുഖ്യപ്രഭാഷണം നടത്തും. PM തോമസ്, TS പട്ടാഭിരാമൻ, ഫാദർ വർഗീസ് പാലത്തിങ്കൽ എന്നിവർ സംസാരിക്കും. ഡോക്ടർ വർഗീസ് മേലിട്ട് പാലത്തിങ്കൽ, PK ജലീൽ, PM തോമസ്, ഷിജോ മാസ്റ്റർ, CJ ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ ജൂനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായി. പുരുഷ വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 28 പോയിന്റോടുകൂടി വയനാട് ജില്ല 1ാം സ്ഥാനവും 26 പോയിന്റോടെ കണ്ണൂർ ജില്ല 2ാം സ്ഥാനവും 17 പോയിന്റോടെ മലപ്പുറം ജില്ല 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 37 പോയിന്റോടുകൂടി 1ാം സ്ഥാനവും 27 പോയിന്റോടെ വയനാട് ജില്ല 2ാം സ്ഥാനവും 19 പോയിന്റോടുകൂടി തൃശൂർ ജില്ല 3ാം സ്ഥാനവും നേടി. സീനിയർ പുരുഷ വനിതാ വിഭാഗം ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. നവംബർ 27-ന് സമാപിക്കും. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ നഗരത്തിലൂടെ ഫുൾ മാരത്തോൺ 2025 ഫെബ്രുവരി 16 നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു.
സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഓട്ടക്കാർക്ക് പങ്കെടുക്കാം. ഡിസംബർ 1 രജിസ്ട്രേഷൻ. പുരുഷ വനിതാ പ്രായ വിഭാഗം എന്നിങ്ങനെ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. മാരത്തോണിനോടനുബന്ധിച്ച് പ്രമോ റണ്ണുകൾ, എക്സ്പോ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ KB വിപിൻ, OS സ്വപ്ന എന്നിവർ പങ്കെടുത്തു. 500-ൽ പരം പ്രാവുകൾക്ക് അന്നമൂട്ടി ആശാരിക്കാട് സ്വദേശി രാജേന്ദ്രൻ. ദിവസേന പ്രാവുകൾക്ക് വേണ്ടത് 2 കിലോയിലധികം അരി. ആശാരിക്കാട് ദർഭ കനാൽപ്പുറം സ്വദേശി കിഴക്കേക്കുന്നിൽ രാജേന്ദ്രനാണ് 500-ൽ പരം പ്രാവുകൾക്ക് ദിനേന അന്നമൂട്ടുന്നത്. പുലർച്ചെ 6 മണിയോടെ വീട്ടുമുറ്റത്തെത്തുന്ന പ്രാവുകൾക്ക് രാജേന്ദ്രൻ ഭക്ഷണം നൽകും. ഭക്ഷണം കഴിച്ച 6:30-യോടെ പ്രാവുകൾ കൂട്ടമായി തിരികെ പറക്കും. 2 വർഷത്തോളമായി ഇത്തരം പ്രവൃത്തി തുടങ്ങിയിട്ട്. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം ഇതിനായി മാറ്റിവെക്കുന്നു. ദിനേന 2 കിലോയോളം അരി പ്രാവുകൾക്ക് വേണം. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ റേഷൻ കടകളിൽ നിന്നും വീണുകിടക്കുന്ന അരിമണികൾ പെറുക്കിക്കൂട്ടി പ്രാവുകൾക്ക് നൽകാനും രാജേന്ദ്രൻ സമയം കണ്ടെത്തും. ദിവസേന എത്തുന്ന പ്രാവുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. അവർക്ക് ആവശ്യമായി അരിമണികൾ കണ്ടെത്താൻ രാജേന്ദ്രൻ ശ്രമിക്കുന്നു. എത്ര പ്രതിസന്ധി വന്നാലും തന്നെ വിശ്വസിച്ച് അന്നം തേടി പറന്നിറങ്ങുന്ന പ്രാവുകളെ നിരാശരാക്കില്ല എന്ന നിശ്ചയത്തിലാണ് രാജേന്ദ്രൻ. ചെമ്പുക്കാവ് ഹോളി ഫാമിലി HSSൽ ഭരണഘടനാ ദിനം ആഘോഷിച്ചു. ചെമ്പുക്കാവ് ഹോളി ഫാമിലി CGHSSൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷിക ദിനാഘോഷവും വി ദ പീപ്പിൾ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാനൽ അംഗം അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ക്ലാസ് നയിച്ചു. നീതിയും അവകാശങ്ങളും എല്ലാവർക്കും തുല്യമായിരിക്കണം എന്നതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമെന്നും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകണമെന്നും ഉദ്ബോധിപ്പിച്ചു. NSS വളണ്ടിയർ ലീഡർ കുമാരി അന്ന ഡോറ റെജി ഭരണഘടന ആമുഖം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്, NSS പ്രോഗ്രാം ഓഫീസർ സെസി ജോൺ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, TA അനറ്റ് എന്നിവർ നേതൃത്വം നൽകി. മയിലാട്ടുംപാറ കൊച്ചിപ്പറമ്പിൽ മത്തായി മകൻ KM ജോൺ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പീച്ചി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നു. ഓമനയാണ് ഭാര്യ. മക്കൾ പരേതനായ ജോമോൻ, ജോബീഷ്, മരുമകൾ ലിയ. പുന്നംപറമ്പ് വീരോലിപ്പാടം അറക്കൽ വീട്ടിൽ പരേതനായ തോമസ് ഭാര്യ മേരി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്നു. മക്കൾ ഷാജി, ജോണി, ഷീന, മരുമക്കൾ ബാബു, രാജു, പീറ്റർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒളകര ആദിവാസികൾക്ക് താമസത്തിനും കൃഷിക്കും 1.5 ഏക്കർ വീതം ഭൂമി വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. മദ്യപിച്ച് ലൈസൻസ് ഇല്ലാതെ ലോറി ഓടിച്ച് നാട്ടികയിൽ വഴിയോരത്തുറങ്ങിക്കിടന്ന 5 പേർ ലോറി കയറി മരിച്ചു. നടത്തറ പഞ്ചായത്ത് കേരളോത്സവം പൂച്ചട്ടി ഗ്രൗണ്ടിൽ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി മാനേജ്മെന്റും ഡോക്ടർമാരും ജീവനക്കാരും ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.